Hi friends, welcome to Pratapjit. നമ്മുടെ ഇന്നത്തെ വീഡിയോ Redmi Note 9 Pro, 9 Pro Max അങ്ങനെ രണ്ട് ഫോണുകളെ കുറിച്ചാണ്. ഇത്തവണ Note 9ഉം 9 Proയും അല്ല ഇറക്കിയിരിക്കുന്നത്, പകരം 9 Proയും Pro Maxും ആണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രൈസിൽ ഡിഫറൻസ് വരെ നോക്കിക്കാം. കാരണം 9 അല്ല 9 Pro ആണ്. അപ്പോൾ അത് 10,000 താഴെ, Pro Max 10,000 മുകളിൽ. അങ്ങനെയാണ് അതിൻ്റെ പ്രൈസിങ് വരിക. അപ്പോൾ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നതും. എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട് ഈ ഫോൺ, ശരിക്കും നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണോ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുൻപ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോ. നേരെ വീഡിയോ. ഹായ്, അപ്പോൾ Redmi Note 9 Pro എന്ന ഫോണിനെ കുറിച്ച് ഞാൻ പറയാം. അത് ചെറിയ വേരിയൻ്റ് ആണ്. Pro Max ആണ് ശരിക്കും ആക്ച്വൽ വേരിയൻറ്റ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് ആദ്യം Pro Maxനെ കുറിച്ച് പറയാം. അത് കഴിഞ്ഞിട്ട് പ്രോയിലേക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളതെന്ന് ഞാൻ ചുരുക്കി പറയാം. Pro Maxലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകം ഇതിൻ്റെ ഡിസൈനാണ്. ഒരു നല്ല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ഒരു പ്രീമിയം ഡിസൈൻ ഉണ്ട് ഈ ഒരു ഫോൺ. ഇതിൻ്റെ റിയർ സൈഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ OnePlus അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ S സീരീസ് ഫോണുകളുടെയൊക്കെ ആ ഒരു ലുക്കുള്ള ഒരു നല്ല, പ്രത്യേകിച്ചും ആ ബ്ലാക്ക് വേരിയൻറ്റ് ശരിക്കും നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലുക്ക് ഉണ്ട് ഈ ഒരു ഫോൺ. അപ്പോൾ അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്. നല്ല ഡിസൈൻ, അതും Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി തന്നെ വരുന്നു. ഈവൻ ക്യാമറ ബമ്പ് അടക്കം Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനാണ്. ഫ്രണ്ടിലും Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി ഡിസ്പ്ലേ ആണ്. LCD ഡിസ്പ്ലേ തന്നെയാണ്. നോർമൽ ആയിട്ടുള്ള 60 ഹെർട്സ് തന്നെയാണ്. 90 ഹെർട്സോ 120 ഹെർട്സോ Poco X2 പോലത്തെ സംഭവങ്ങളൊന്നുമില്ല. സാധാരണ 60 ഹെർട്സ് LCD ഡിസ്പ്ലേ തന്നെയാണ്. വ്യത്യാസം പഞ്ച് ഹോൾ ക്യാമറയാണ്. സെൻട്രൽ ലെൻഡായ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. നിങ്ങളിവിടെ കാണുന്ന പോലത്തെ ഒരു ഡിസൈൻ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ ഡിസൈൻ തന്നെയാണ്. 90 ഹെർട്സും AMOLED ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേങ്കിലും ഈ പറയുന്ന ഒരു കാണാനൊക്കെ ഒരു നല്ല ലുക്കൊക്കെ ഉണ്ട്. ഡിസ്പ്ലേയും മോശമാണ്. സോ ഓവറോൾ നല്ല ഡിസൈനും ഒരു ഓക്കെ ഡിസ്പ്ലേ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഘടകങ്ങൾ നോക്കിയാൽ Type C പോർട്ടും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും അതേപോലെ തന്നെ IR ബ്ലാസ്റ്ററും ഒക്കെ ഇതിനകത്തും വരുന്നുണ്ട്. സോ ഡിസൈൻ വൈസ് വലിയ ഇൻട്രസ്റ്റിംഗ് ആയ വേറെ സ്പെഷ്യലായ സംഭവങ്ങളൊന്നുമില്ല. യൂഷ്വൽ ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെ. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ Snapdragon 720G എന്ന പ്രോസസർ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസറിൻ്റെ ഒപ്പം LPDDR4X RAM, UFS 2.1 സ്റ്റോറേജ്. ഈ റാം സ്റ്റോറേജിൻ്റെ അളവ് നോക്കിയാൽ 6GB RAM 64GB സ്റ്റോറേജും 6GB RAM 128GB സ്റ്റോറേജും 8GB RAM 128GB സ്റ്റോറേജും, അങ്ങനെ 3 വേരിയൻറ്റുകൾ വരുന്നുണ്ട്. MIU 11 Android 10 ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ഒപ്പം ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും നമുക്ക് അവൈലബിൾ ആണ്. 2 സിമ്മും മെമ്മറി കാർഡ് ഉപയോഗിക്കും. സോ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രത്യേകിച്ച് അങ്ങനെ മോശമൊന്നും പറയാനില്ല. നാവിക് സിസ്റ്റോക്ക് അടങ്ങുന്ന 720G എന്ന് പറയുമ്പോൾ നാവിക് സിസ്റ്റോക്ക് ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. നാവിക് എന്ന് പറയുന്നത് GPS-ൻ്റെ ഇന്ത്യൻ വെർഷനാണ്. അപ്പോൾ അത് നാവിക്കോട് കൂടി തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതും നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഓവറോൾ ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. Poco X2 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ വലിയ വ്യത്യാസമൊന്നും പറയാനായിട്ടില്ല. ഇപ്പോൾ Redmi Note 8 Pro MediaTek G90T പ്രോസറാണ്. അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ അത്ര കണ്ടൊരു പെർഫോമൻസ് ഇത് തരില്ല. പക്ഷേ അതിന് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴും ഓവറോൾ ഒരു യൂഷ്വൽ ആയിട്ട് 20,000 താഴെ ഇപ്പോൾ കണ്ടുവരുന്ന നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതല്ലാതെ എക്സൈറ്റിംഗ് ആയ ഒരു പുതിയ ലെവൽ പെർഫോമൻസ് ഒന്നും ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട. യൂഷ്വൽ ആയിട്ട് കണ്ടുവരുന്ന ഒരു സെറ്റപ്പ് തന്നെ. ക്യാമറയിൽ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസും. ഇത്രയുമാണ് ഇതിൻ്റെ ക്യാമറ. റോ ഇമേജ് ക്യാപ്ചറിംഗ് ഒക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. 960 ഫ്രെയിം പെർ സെക്കൻഡ് വരെ സ്ലോ മോഷനൊക്കെ കിട്ടുന്ന ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. അപ്പോൾ യൂഷ്വലായിട്ട് ഈ ഒരു റേഞ്ചിൽ കണ്ടുവരുന്ന ഒരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. അത് വിട്ട് എക്സൈറ്റിംഗ് ആയ ഒരു കാര്യങ്ങളൊന്നും ഇതിനകത്തും വരുന്നില്ല. ഇതിനകത്ത് വേറെ എന്താണല്ലോ എക്സൈറ്റിംഗ് ആയിട്ട് ഒരു ടെലിഫോട്ടോ ലെൻസൊക്കെ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇത്തിരി എക്സൈറ്റിംഗ് ആയേനെ. എങ്കിലും ഓക്കെ, ഇത് നോർമലായിട്ട് കണ്ടുവരുന്ന മെയിൻ ക്യാമറ പർപ്പസിന് ഇപ്പോൾ വേറെ വലിയ വ്യത്യാസമൊന്നും ആവശ്യമില്ല. ഇതൊക്കെ തന്നെയാണെങ്കിലും സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഉണ്ടെന്നുള്ളതൊരു നല്ല ചേഞ്ചാണ്. സാധാരണ 20 മെഗാ പിക്സലൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ നമ്മുടെ ഈ Redmi Note 9 Pro Maxൽ ഉൾപ്പെടുന്നുണ്ട്. ബാറ്ററി 5020 mAh ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ റിയൽമി ഫോണുകളിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ചാർജർ ബോക്സിനടക്കം വരുന്നുണ്ട്. സോ ഓവറോൾ ഈ ഒരു ഫോൺ ഒരു നല്ല പെർഫോമൻസ് തരുന്ന, നല്ല ഡിസൈനിലും നല്ല ഡിസ്പ്ലേയിലും നല്ല ഒരു ക്യാമറ സെറ്റപ്പ്, നല്ലൊരു ബാറ്ററി സെറ്റപ്പ്, ഇതൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കണ്ടുവരുന്ന അതേ സെറ്റപ്പ്, ഒരു ഗുഡ് സെറ്റപ്പ് അങ്ങനെ തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, മറ്റുള്ള ഫോണുകളായിട്ട് കമ്പയർ ചെയ്താൽ ഇപ്പോൾ Poco X2, Redmi Note 8 Pro ഈ ഫോണുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാര്യമായ ഒരു ചേഞ്ച് ഒന്നും പറയാനില്ല. Poco X2 120 ഹെർട്സ് റീഫ്രഷ് റേറ്റുള്ള സ്മൂത്ത് ഡിസ്പ്ലേ ഉള്ളപ്പോൾ ഇവിടെ അതൊന്നും ഇല്ല. പകരം ഒരു സിംഗിൾ പഞ്ച് ഹോൾ സെൻട്രൽ ലെൻസുണ്ട്. സാധാ 60 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊരു Poco X2 ഒക്കെ വെച്ച് കമ്പയർ ചെയ്താൽ ഒരു അപ്ഗ്രേഡ് ആണെന്ന് ചോദിച്ചാൽ ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. പക്ഷേ Redmi Note 8 Pro വെച്ച് നോക്കിയാൽ അപ്പോഴും വലിയൊരു അപ്ഗ്രേഡ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒറ്റ നോട്ടിൽ സിമ്പിളായിട്ട് തോന്നുന്നൊരു കാര്യം,
നോട്ട് 8 പ്രോയോ പോക്കോ X2 ഒക്കെ എടുത്ത ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ എന്തായാലും നോക്കണ്ട. നെക്സ്റ്റ് ജനറേഷൻ നോട്ട് 10 പ്രോ ഒക്കെ വരുമ്പോൾ നോക്കിയാൽ മതിയാവുന്നുള്ളതാണ്. ഇതിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് റിയൽ ലൈഫിലും യൂസ് ചെയ്തുള്ള റിവ്യൂ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ദിവസങ്ങളുടെ റിവ്യൂ ഒക്കെ ചെയ്യാം. പക്ഷേ അതിനകത്തും എക്സൈറ്റിംഗ് ആയ പുതിയൊരു ലെവൽ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഇനി അടുത്തൊരു വെർഷൻ കൂടിയുണ്ട് നോട്ട് 9 പ്രോ. കുറച്ച് ചെറിയൊരു വെർഷനാണ്, 17,000 താഴെ വില വരുന്ന ഒരു വെർഷനാണ്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 8 GB റാം വേരിയന്റ് ഉണ്ടാവില്ല, പകരം 4 GB റാം 64ഉം 6 GB റാം 128 GB സ്റ്റോറേജ്. ഈ രണ്ട് മോഡലുകളായിരിക്കും അവിടെ നമുക്ക് കിട്ടുക. അതിൻ്റെ ഒപ്പം ക്യാമറ 64 മെഗാ പിക്സൽ ഉണ്ടാവില്ല, 48 മെഗാ പിക്സലായിരിക്കും മെയിൻ ക്യാമറ. സെൽഫി ക്യാമറ ആണെങ്കിൽ 16 മെഗാ പിക്സലേ കാണുള്ളൂ, ഫാസ്റ്റ് ചാർജിങ് 18 വാട്ടേ കാണുള്ളൂ. ഇത്രയുമാണ് മേജറായ ഡിഫറൻസ്. ഇതല്ലാതെ ബാക്കി പ്രോസസ്സറും ഡിസ്പ്ലേയും ഡിസൈനും ബാറ്ററിയും എല്ലാം സെയിം ആണ്. സോ ഈ ഒരു അപ്ഗ്രേഡ് നോക്കുമ്പോൾ ഓക്കെ, ആ പ്രൈസിങ് നമുക്കപ്പോൾ നോട്ട് 9 പ്രോ എന്ന ഫോൺ അവിടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് നോട്ട് പ്രോ മാക്സിൻ്റെ കുറഞ്ഞ വേരിയൻറ്റ് 12,999 തൊട്ട് തുടങ്ങുകയാണ് ഈ ഫോണുകളുടെ പ്രൈസിങ്. വില കൂടുന്നതിനനുസരിച്ച് ഫീച്ചേഴ്സ് കൂടി വരുന്നതെന്ന് മാത്രമാണ് നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളൂ. എന്തായാലും നോട്ട് 9 പ്രോയിലേക്ക് ഈ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തീരുമാനിക്കാം. എന്നാലും ഇതിൻ്റെ പ്രൈസിങ് കൂടി ഞാൻ പറയാം. ഏറ്റവും കുറഞ്ഞ നോട്ട് 9 പ്രോ അത് 4 GB റാം 64 GB സ്റ്റാർട്ട് ചെയ്യുന്നത് 12,999 വെച്ചാൽ 13,000 രൂപയ്ക്കാണ്. ഇനി അടുത്തൊരു വേരിയന്റ് വരുന്നത് 6 GB റാം 128 GB സ്റ്റോറേജ് ആണ്. ഇതിന് 15,999, അതായത് 16,000 രൂപയാണ് വില വരുന്നത്. ഈ വില കേൾക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലത് റെഡ്മി നോട്ട് 8 പ്രോ അല്ലേ, അല്ലെങ്കിൽ പോക്കോ X2 അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനൊന്നും വലിയ വ്യത്യാസവും ഇല്ല എന്നുള്ള സത്യം. അപ്പോൾ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ വിലയാണ്. അതിന് 6 GB റാം ആണ് തുടങ്ങുന്നത്, 64 GB വേരിയൻറ്റ്. ആ ഒരു ബേസ് വേരിയൻറ്റ് 6 GB റാം 64 GBക്ക് 14,999 വെച്ചാൽ 15,000 രൂപയെ വരുന്നു. ഇനി അടുത്തൊരു വേരിയൻറ്റ് 6 GB റാം 128 GB സ്റ്റോറേജ് ആണ്, കൂടിയ സ്റ്റോറേജ് ഉണ്ട്. അതിന് വരുമ്പോൾ 17,000 രൂപ വരുന്നുണ്ട്. അടുത്ത വേരിയൻറ്റ് 8 GB റാം 128 GB സ്റ്റോറേജ് ആണ്. അതിന് 19,000 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിങ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നോട്ട് 9 പ്രോ 6 GB റാം എടുക്കണോ, അതോ നോട്ട് 9 പ്രോ മാക്സിൻ്റെ 6 GB റാം 64 GB സ്റ്റോറേജ് എടുക്കണോ? ആകെ ഒരു കൺഫ്യൂസിങ് ഇല്ല. ചെറിയൊരു കൺഫ്യൂസിംഗ് ആണ് ഇതിൻ്റെ പ്രൈസിങ്. പ്രത്യേകിച്ചും റെഡ്മി നോട്ട് 8 പ്രോയുടെ പ്രൈസിങ്ങും അതേപോലെ പോക്കോ X2ൻ്റെ പ്രൈസിങ്ങും ഇതെല്ലാം ഷവോമിയുടെ തന്നെയാണ്. പോക്കോ X2 എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരാനില്ല. അപ്പോൾ ഇതിനകത്ത് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വായിച്ച് നോക്കി നിങ്ങൾക്ക് പറ്റിയത് ഏതാണ്, ആപ്റ്റായത് ഏതാണെന്നുള്ളത് നല്ല രീതിയിൽ സെലക്ട് ചെയ്യുക. എന്തായാലും എന്നെ സംബന്ധിച്ച് വലിയൊരു അപ്ഗ്രേഡ് എന്ന് കരുതിക്കൊണ്ട് പോക്കോ X2 അല്ലെങ്കിൽ റെഡ്മി നോട്ട് 8 പ്രോ എടുത്ത ആൾക്കാർ ഇതിലേക്ക് മാറാൻ വേണ്ടി നിൽക്കേണ്ട, പകരം ഇതൊക്കെ പുതിയൊരു ഫോൺ എടുക്കാൻ പോകുന്നവർ വേണമെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. അപ്പോൾ അത്രയുമാണ് ഈ രണ്ട് ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് വീഡിയോയ്ക്ക് താഴെ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.